ഹലോ, അല്ലേ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? 2 ദിവസം എനിക്ക് ആരെയും അന്വേഷിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് ഞാൻ വന്നത് കാരണം മഴ അടുത്ത് വരുന്നുണ്ട്, മഴക്കാലം അടുത്ത് വരുന്നു. ഇനിയിപ്പോൾ ഒരു 2-3-4 മാസത്തേക്ക് നമുക്ക് നല്ല മഴയായിരിക്കും. പിന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വീട്ടിലേത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോഴത്തെ ഈ സമയം ഇനി നമുക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ തേങ്ങ ഉണക്കാനുണ്ടെങ്കിൽ തേങ്ങ ആട്ടിച്ച് വെളിച്ചെണ്ണ റെഡിയാക്കി വെക്കാനും മുളകും മല്ലിയും പല വ്യഞ്ജനങ്ങളൊക്കെ നമുക്ക് ഉണക്കി പൊടിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമായി ഇപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങൾ. അപ്പോൾ നമ്മൾ ഈ സമയങ്ങൾ നമ്മൾ വെയിൽ ഇപ്പോൾ നല്ല വെയിലാണ്. ഈ ഉള്ള വെയിലുകൾ നഷ്ടപ്പെടുത്താതെ എല്ലാവരും ഈ മുളകും മല്ലിയൊക്കെ തന്നെ, മുളക് ഞാൻ പൊടിച്ച് വെച്ചു, പായ്ക്ക് ചെയ്തു, മല്ലി രാവിലെ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ വെളിച്ചെണ്ണ ഇനിയിപ്പോൾ നാളെ ഒഴിച്ച് വെക്കാൻ പറ്റുന്നുള്ളൂ, കാരണം നല്ലോണം തെളിഞ്ഞിട്ടില്ല ആട്ടിക്കൊണ്ടുവന്നിട്ട്. അപ്പം മഞ്ഞളായി ഇതെല്ലാം നമുക്ക് പൊടിപ്പിച്ചെടുക്കാം. മില്ലി പൊടിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ നേരത്തെ തന്നെ കഴുകി ഉണക്കി വൃത്തിയാക്കി നല്ലോണം ഉണക്കണം കേട്ടോ. ഉണക്കി വൃത്തിയാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ ഇത് എത്ര മാസം വേണേലും ഇത് ഇരുന്നോളും. അപ്പം നമ്മൾ ഉണക്കുന്നതിൻ്റെ രീതി പോലെ കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ പോലെ ഇരിക്കും. നല്ല ടിന്നായിരിക്കണം. അപ്പോൾ ടിന്നിൽ അല്പം പോലും ജലാംശം ഇല്ലാത്ത ടിന്നുകളായിരിക്കണം. ആവുന്നതോ സ്ഫടികഭരണിക്കകത്ത് നമ്മൾ ചെയ്യാൻ നോക്കണം. എൻ്റെ സ്ഫടികഭരണിക്കകത്ത് കുറേ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അത് അതിൻ്റെ ബാക്കിയാണ് ഇതെളുപ്പം ഞാൻ എടുത്തങ്ങ് തീർക്കും. ഇത് നേരെ അല്ലാതുള്ളത് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം 3-4 മാസത്തേക്കുള്ളത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കാൻ നോക്കണം. മഴക്കാലത്ത് നമ്മൾ മുളക് മേടിക്കുകയാണെങ്കിൽ അത് പുറമേ കാണാനില്ലെങ്കിലും ചിലതൊക്കെ പൂത്തിട്ടുണ്ടാവും. ചില നല്ല കച്ചവടമുള്ള കടകളിൽ നിന്ന് അല്ലെങ്കിൽ മേടിക്കാവുള്ളൂ. അപ്പോൾ അന്നേരം മുളക് ഉണക്കി ഉള്ളൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. തന്നെയല്ല തണുപ്പടിക്കും. അപ്പം പ്രകൃതി തണുത്ത് നിൽക്കുന്ന സമയം. അപ്പോൾ അന്നേരം അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഈ വേനൽ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.